ദീപക്കിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ അറിയുന്ന. അപ്പോൾ ഇവിടെ നാട്ടുകാർക്കൊക്കെ അവനെ നല്ല അഭിപ്രായമാണ്. ഈ പ്രദേശത്ത് ഒരാളൊരു മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാനില്ല. ചീത്ത സ്വഭാവമുള്ളൊരു കുട്ടിയല്ല എനിക്ക് അവരെല്ലാവർക്കും. എന്നിട്ട് അവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ സൗകര്യത്തിൽ ചെരിഞ്ഞ് നിന്നൊടുക്കുക. എന്നിട്ട് ആ തട്ടണം മുട്ടണമൊക്കെ അവർ വീഡിയോ റെക്കോർഡ് ചെയ്യുക. അവർ സൗകര്യം ചെയ്യാണ്. ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും വേദനിക്കാൻ പാടില്ല. അവർ മാക്സിമം അത് മുതലെടുക്കാൻ ചെയ്യണം. ആ റീച്ച് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യണത്. നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കുന്നുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. നമ്മളിപ്പോൾ കേട്ട ശബ്ദം എന്ന് പറയുന്നത് ബസ്സിൽ ദീപക്കിൻ്റെ വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ആ സ്ത്രീയുടെ ശബ്ദമാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് ദീപക്കിൻ്റെ മരണശേഷവും ആ സ്ത്രീ ന്യായീകരണമായിട്ട് വന്നിരിക്കുകയാണ്. അവിടെ അവർ പറയുന്നത് ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നാണ്. ദീപക്കിൻ്റെ ആത്മഹത്യ ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നാണ്. ഇവരുടെ തന്നെ മുൻ വീഡിയോയിൽ പറയുന്നുണ്ട്, ആരെയും പേടിയില്ലാതെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പോലും ഒരു പ്രതികരണവുമില്ലാതെ വീണ്ടും മോശം പ്രവൃത്തി ചെയ്തു എന്നാണ് ഈ സ്ത്രീ പറഞ്ഞു വെച്ചത്. അങ്ങനെയാണെങ്കിൽ അവിടെ ചിന്തിക്കേണ്ടത് ദീപക് അത് ഉദ്ദേശിച്ച് കാണത്തില്ലായിരിക്കാം, ഒരു ആക്സിഡൻറ്റിൽ സംഭവിച്ചതായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ ദീപക് എന്തിന് പേടിക്കണം? അങ്ങനെ പേടിയില്ലാതെ പോയ ദീപക് പിന്നീട് മരണപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ ദീപക്കിൻ്റെ ആത്മഹത്യ കാരണം ഈ സ്ത്രീ പ്രചരിപ്പിച്ച വീഡിയോ തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. എന്നിട്ടും മരണം അറിഞ്ഞ് ഒരു വിഷമമില്ലാതെ വന്നിരിക്കുകയാണ്. വീണ്ടും താൻ ചെയ്തത് പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന് ന്യായീകരിക്കാൻ വരികയാണ്. അവിടെയൊക്കെ ഓർക്കേണ്ടത് ദീപക്കിൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ജോലിസ്ഥലത്തുള്ളവർക്കും ഒന്നും ഈ സ്ത്രീ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ദീപക്കിനെ അല്ല കണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ സമൂഹത്തിന് മുന്നിൽ തന്നെ ഇത്ര മോശക്കാരനാക്കിക്കൊണ്ട് ഈ സ്ത്രീ വീഡിയോ ചിത്രീകരിച്ചതുകൊണ്ട് തന്നെയായിരിക്കാം ദീപക് ആത്മഹത്യ ചെയ്തത്. എന്നിട്ടും ഈ സ്ത്രീക്ക് മതിയായില്ലെന്ന് തോന്നുന്നു. ദീപക്കിന്റെ മരണശേഷവും ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനില് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഈ വീഡിയോ പ്രചരിച്ചിട്ട് ഇപ്പൊ 2-3 ദിവസമായി. എന്നിട്ടും ഈ പറയുന്ന പെൺകുട്ടി രംഗത്ത് വന്നിട്ടില്ല. ഇനി അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടോ എന്ന് വരെ ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അവിടെ വേണമെങ്കിൽ ചിന്തിക്കാം, ആ പെൺകുട്ടി ഈ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടോ ആ പെൺകുട്ടിക്ക് ഡിസ്കംഫർട്ട് ആയെന്ന്? അത് ഈ സ്ത്രീ ആ പെൺകുട്ടിയോട് ചോദിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തിട്ടില്ല. സ്വന്തമായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുകയാണ് ആ പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ദീപക് അവിടെ പ്രവർത്തിച്ചു എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. ഇത് അവരോട് ചോദിച്ചിട്ടുമില്ല, അവരിട്ട് പറഞ്ഞതുമില്ല. ഈ സ്ത്രീ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടി ഇതുവരെ രംഗത്ത് വന്നിട്ടുമില്ല, ആ പെൺകുട്ടി ഇതിനെക്കുറിച്ച് പറയുന്നതുമില്ല. അങ്ങനെയെങ്കിൽ ഈ സ്ത്രീ പറയുന്നത് വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ? അതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. അയാൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ. അപ്പൊ ഇവിടെ ഒരു വീഡിയോയിലും ദീപക് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്ത്രീ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്, എവിടെയാണ് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? ആ വീഡിയോയിൽ എവിടെയാണ് ദീപക് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല? ആ പെൺകുട്ടി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ആ ബസ്സിലുള്ളവർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഇവിടെ ആ ബസ്സിൽ വെച്ച് ആർക്കും ഒരു പ്രതികരണവും ഇല്ലായിരുന്നു, ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. വീഡിയോ എടുത്തുകൊണ്ട് വീട്ടിൽ വന്ന് പബ്ലിഷ് ചെയ്തപ്പോൾ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇതുവരെ ആ ബസ്സിലുള്ള ഒരാൾ പോലും രംഗത്ത് വന്നിട്ടുമില്ല. എന്തുകൊണ്ട് ഈ സ്ത്രീ മാത്രം ദീപക്കിൻ്റെ ഈ മോശവശങ്ങൾ കണ്ടു? ബസ്സിലുള്ള മറ്റാരും എന്തുകൊണ്ട് കണ്ടില്ല? എന്തുകൊണ്ട് അവരെ അറിയിപ്പിച്ചില്ല? ആ വീഡിയോ വ്യക്തമായിട്ട് നോക്കുമ്പോഴും മനസ്സിലാവും. ഈ സ്ത്രീക്ക് ഒരു പ്രതികരണവും ഇല്ലാതെയാണ് നിൽക്കുന്നത്. അതിനുശേഷം വീട്ടിൽ ചെന്നതിന് ശേഷമാണ് പ്രതികരണം വെച്ചത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത്, രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, കുറേ നേരമായിട്ട് ഈ ചേട്ടൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നും പ്രതികരിക്കാത്ത എന്തുകൊണ്ടായിരിക്കാം? ഇങ്ങനെയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ പലരും അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുമെന്ന് ഓർക്കുക. ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ, വീണ്ടും അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വന്ന് പറയുമ്പോൾ പൊതുജനം നോക്കിക്കൊണ്ടിരിക്കത്തില്ല എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ സ്ത്രീക്കാരെ കുറേ പരാതികൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ഇതിനെ ന്യായീകരിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു. കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനുണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിലേക്ക് അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി. യഥാർത്ഥത്തിൽ എന്തെങ്കിലും മോശം പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, ആരെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിൽ അയാൾ കൂളായിട്ട് നിൽക്കത്തില്ല. ഇവിടെ അയാൾ കൂളായിട്ട് നിൽക്കണമെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കണം. ഇവിടെ ഈ സ്ത്രീ തന്നെ പറയുന്നത്, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ
ദീപക് കണ്ടിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ദീപക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമോ? അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുമോ? അത് ചിന്തിച്ച് നോക്കുമ്പോഴും കുറച്ച് പേർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പം കുറച്ച് പേർക്കല്ല, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയോട് കേട്ട് നോക്കാം. ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക, അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്, എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. അതെ, അപ്പോഴേക്ക് ദീപക് ഇറങ്ങി ഓടി എന്ന് പറയുന്നത് എന്തിനായിരിക്കണം? തനിക്കൊന്നും ദീപകിനോട് ചോദിക്കാൻ കഴിയത്തില്ല, തനിക്ക് പ്രതികരിക്കാനുള്ള സമയം ദീപക് തന്നില്ല എന്ന് പറയാനായിരിക്കും. എന്നാൽ പിന്നീട് ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് ഓടിയതല്ല, സ്പീഡിൽ നടന്നു പോയതാണെന്ന്. അങ്ങനെയെങ്കിൽ ആ സ്പോട്ടിൽ ദീപകിനെ നിങ്ങൾക്ക് പിടിച്ചുകൂടായിരുന്നു? നിങ്ങൾക്ക് കുറച്ച് സ്പീഡിൽ പോയായിരുന്നെങ്കിൽ ദീപകിനെ കിട്ടുമായിരുന്നല്ലോ. എന്തുകൊണ്ട് അതിന് ശ്രമിച്ചില്ല? ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്തൊന്നും ഒരു പ്രതികരണവും നടത്തിയില്ല. ഇതിനെ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് എന്തായാലും വൃത്തിയായിട്ട രീതിയിൽ ചിന്തിക്കാം. അതെന്തായാലും ഞാനിവിടെ പറയുന്നില്ല. കാരണം ഈ സ്ത്രീ തന്നെ പിന്നീട് മാറ്റി പറയുന്നുണ്ട് ദീപക് ഓടിപ്പോയില്ല, സ്പീഡിൽ നടന്നു പോയതാണെന്ന്. പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു. പിന്നെ ഞാൻ അയാൾ പുറകെ ഒന്നും പോയില്ല. രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടായത്. അതെ, നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു. പക്ഷെ അതിൻ്റെ അടിയിലെല്ലാം ഈ ചേച്ചിക്കെതിരായുള്ള കമൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൂടി ഓർക്കണം. അപ്പോൾ മനസ്സിലാവും ആരായിരുന്നു കറക്റ്റ് എന്ന്. എന്തുകൊണ്ടായിരിക്കണം പൊതുജനം അങ്ങനെ കമൻ്റ് ഇട്ടത്? അവിടെ ഈ വിഷയത്തെ ഈ സ്ത്രീ ഇങ്ങനെയല്ലായിരുന്നു കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമായിരുന്നു. എവിടെ വെച്ചാണ് മോശം അനുഭവം ഉണ്ടായത് അവിടെ വെച്ച് തുറന്നു പറയണമായിരുന്നു. തൻ്റെ പ്രതിഷേധം അവിടെ കാണിക്കണമായിരുന്നു. കേസുമായിട്ട് മുന്നോട്ട് പോകണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അവിടെ വെച്ച് പ്രതികരിച്ചതുമില്ല. തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടി അത് ഉപയോഗിച്ചതുപോലെയാണ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത്. അതുതന്നെയല്ലേ സത്യമെന്നാണ് ഇപ്പോൾ ദീപകിൻ്റെ ബന്ധുക്കളും ചോദിക്കുന്നത്. പോസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ പലതരം വിമർശനങ്ങളൊക്കെ വന്നു. അതായത് നിങ്ങൾ ആ വീഡിയോ ബോധപൂർവ്വം ചിത്രീകരിച്ചതാണ്, ഒരു കണ്ടന്റ് എന്ന അർത്ഥത്തിൽ എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ വന്നു. ആ ബസ് ജീവനക്കാരെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോകാൻ ശ്രമിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലെ? ഞാനത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പോലീസ് പറയുന്നത് ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് പറഞ്ഞതേ ഇല്ലെന്നാണ്. അവിടെ ഓർക്കേണ്ടത് പറഞ്ഞിട്ട് കാര്യമല്ല, റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി നൽകണം, എന്നാൽ മാത്രമേ ഇത് പരാതിയാകത്തുള്ളൂ. എന്നാൽ പോലീസ് പറയുന്നത് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് അവിടെ വന്നിട്ടില്ല എന്നാണ്. അങ്ങനെ കംപ്ലൈൻറ്റ് വരാത്ത സ്ഥിതിക്ക് ഈ സ്ത്രീ പറയുന്നത് എങ്ങനെ സത്യമാണെന്ന് വിശ്വസിക്കും? ഇവർ പറയുന്നത് ഇവർക്കറിയാവുന്നൊരു പോലീസുകാരൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ആർക്കും അതിനെക്കുറിച്ച് ഒരറിവുമില്ല. അങ്ങനെ വരുമ്പോൾ ആരെ വിശ്വസിക്കണം? ആര് പറയുന്നത് വിശ്വസിക്കണം? ആളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാ? ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ. കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു, അതിനൊരു മറുപടി പറയുന്നത് പോലെ. അല്ലാതെ എല്ലാവരുടെയും എതിരെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇവിടെ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച തന്നെ ഈ വീഡിയോ വൈറലായി. ശനിയാഴ്ച ഇവർ രണ്ടാമതൊരു വീഡിയോ കൂടെ ചെയ്തു. അപ്പോഴും ഇവർക്ക് ദീപക് എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലായില്ല, കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള സമയവും കിട്ടിയില്ല. അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ടായിരിക്കണം ഇവർ കംപ്ലൈൻറ്റ് കൊടുക്കാഞ്ഞത്? അവിടെ റീച്ചിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണോ എന്ന് സംശയിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. റീച്ചിന് വേണ്ടി തന്നെ ആയിരിക്കും എന്നാണ് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നതും ഇതിനെതിരെ പ്രതികരിക്കുന്നതും. ഇവിടെ ഓർക്കേണ്ടത് നമ്മളൊരു നിയമ സംവിധാനത്തിലാണ് ജീവിക്കുന്നത്. ആ നിയമത്തിനെ അനുസരിച്ചാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത്. പക്ഷേ ഒരു മുൻ പഞ്ചായത്ത് അംഗം കൂടിയായിരുന്ന ഈ സ്ത്രീ അതിനെക്കുറിച്ചൊന്നും ഒരു ബോധവും ഇല്ലാതെയാണ് ഇക്കാര്യങ്ങൾ അത്രയും ചെയ്തത്. അത് കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. അയാൾ കുറ്റക്കാരനാണെന്ന് സ്ഥാപിച്ച് ഇവർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വിധി പറയുകയാണ് ഉണ്ടായത്, അയാൾ മോശക്കാരനാണെന്ന്. ഇവിടെ അദ്ദേഹം മോശക്കാരനാണോ അല്ലയോ എന്ന് പറയേണ്ടത് കോടതിയായിരുന്നു. നിങ്ങളൊരു 5 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്, പൊതുപ്രവർത്തകയാണ്. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവും. അപ്പോൾ ഇതൊരു കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. അതായത് ആ തൊട്ടു മുന്നിലുള്ള യാത്രക്കാരുടെ കാര്യത്തിലും പിന്നീട് നിങ്ങളുടെ കാര്യത്തിലും അത് കൃത്യമായി. എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഈ വീഡിയോയിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും ദീപക് എങ്ങനെയായിരുന്നു തൻ്റെ വീട്ടിലും തൻ്റെ നാട്ടിലും തൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും എല്ലാം എങ്ങനെയായിരുന്നു എന്ന് ഈ വീഡിയോ കാണാൻ മനസ്സിലാവും. ആ വിഷയം ഞാൻ വീഡിയോ ആർക്കും ഷെയർ ചെയ്തില്ല.
അങ്ങനെ ഇവന് മാത്രം ഷെയർ ചെയ്തുള്ളൂ. ഒരു കുട്ടീനെ ഞാൻ അറിയിച്ചില്ല ഇങ്ങനെ സംഭവം ഉള്ളത് എന്നുള്ള കാര്യം. പിന്നെ ഇവന് ഇന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയടാ നീ ടെൻഷൻ അടിക്കല്ല, ഞാൻ ഒന്നാമത് എനിക്ക് ഇന്നലെ വർക്ക് അതിനോട് ഞാൻ തിരക്കായിരുന്നു. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വരാം. ഇവനാണെങ്കിൽ ഇവിടെ ആകെ അച്ഛനമ്മ മാത്രമേ ഉള്ളൂ, പ്രായാധികമുള്ള അച്ഛനമ്മ മാത്രമേ ഉള്ളൂ, വേറൊരു റിലേറ്റീവും ഇല്ല. അവർ രണ്ടാളും അവന് മാത്രമേ ഇവിടെ താമസിക്കണുള്ളൂ, വേറെ ആരുമില്ല. പിന്നെ എന്ത് സഹായം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഞങ്ങളെ വിളിക്കും, റൂട്ട് പോയിട്ട് ഞങ്ങളെ വിളിക്കും, ഞങ്ങളിവിടെ അടുത്തുള്ളവരാണ്, വേഗം വരൂ, അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. ഇതിങ്ങനെ ഒരു സംഭവം എന്തായാലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ എന്ത് പ്രവൃത്തി ആര് ചെയ്തതായാലും അത് തക്കതായ ശിക്ഷ കിട്ടണം. അത് ഏത് രീതിയിലായാലും അവർക്ക് അതിനുള്ള ഈ ഒരു സംഭവം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. കാരണം നിങ്ങൾക്ക് പ്രദേശത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ കിട്ടും. ഈ പ്രദേശത്ത് ഒരാളൊരു മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയാനില്ല. ദീപക്കിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ അറിയുന്ന, അപ്പോൾ ഇവിടെ നാട്ടുകാർക്കൊക്കെ അവനെ നല്ല അഭിപ്രായമാണ്. എന്തായാലും ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇത്തരം പ്രവണതകൾ ചെറിയ കാര്യങ്ങളായിട്ട് പോകും. അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടെങ്കിൽ ആ സമയത്ത് അറിയിക്കുക. ബസ്സിലുള്ളവരാണെങ്കിലോ സ്റ്റേഷനിലായിട്ടോ അവരെ അറിയിക്കുക, എങ്ങനെ സംഭവിച്ചുകൾ അതിനെതിരെ പറയാം. അതൊക്കെ ഇതിനൊക്കെ നമ്മൾ നിയമത്തിലൊക്കെ സംവിധാനങ്ങളില്ലേ, അവരെ വിളിച്ച് ശകാരിക്കുക, അവരോട് മാപ്പ് പറയുക, അതൊക്കെ ഉണ്ടല്ലോ. ഇനി അത് പറഞ്ഞ് ചെയ്തതാണെങ്കിൽ, അറിയാതെ ചെയ്തതാണെങ്കിൽ പരസ്പരം സംസാരിച്ചാൽ തീർക്കാനുള്ള പ്രശ്നങ്ങളുള്ളൂ. ഇതിനായിട്ട് ആ കുട്ടീൻ്റെ വീഡിയോ കണ്ടാലറിയാം, ആ കുട്ടി ക്രിയേറ്റ് ചെയ്യാണ്. ബാക്കിലേക്ക് മാറി നിന്ന് വരാം, പിന്നെ മുന്നോട്ട് തന്നെ വരാം. എന്നിട്ട് അവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ സൗകര്യത്തിൽ ചെരിഞ്ഞ് നിന്നൊടുക്കുക. എന്നിട്ട് ആ തട്ടണം മുട്ടണമൊക്കെ അവർ വീഡിയോ റെക്കോർഡ് ചെയ്യുക. അവർ സൗകര്യം ചെയ്യാണ്, അവർ മാക്സിമം അത് മുതലെടുക്കാൻ. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊരു ആക്സിഡൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇറങ്ങിയ സമയത്ത് തട്ടിയതുപോലെയാണ് തോന്നിയത്. ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവരും അതിനനുസരിച്ച് പ്രവർത്തിച്ചതുപോലാണ് എനിക്ക് ആ വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവും. ഈ സ്ത്രീ അതിന് നിന്ന് കൊടുത്തതുപോലാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. എന്തായാലും അച്ഛൻ്റെ അമ്മയുടെ ഒരേ ഒരു മകനായിരുന്നു. അവരെന്തായാലും ഈ സ്ത്രീക്കേറെ കംപ്ലൈൻറ്റുമായിട്ട് പോകും. അവർ മാത്രമല്ല, പല പരാതികളും ഇതിനോടകം ഈ സ്ത്രീക്കേറെ കിട്ടിയെന്നാണ് പറയുന്നത്. എന്തായാലും ഇനി ഈ സ്ത്രീ ന്യായീകരിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അത് ഇവർക്ക് തന്നെ ആയിരിക്കും കുഴപ്പം. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.